എല്ലാവർക്കും നമസ്കാരം. സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ആർത്തവത്തോടും ആർത്തവവിരാമത്തോടും അനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുള്ളതും. പിന്നെ പലതരത്തിലുള്ള ഇപ്പൊ സ്ത്രീകൾ കൈവയ്ക്കാത്ത മേഖലകളില്ല. എല്ലാ ജോലികളും സ്ത്രീകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ആരോഗ്യം അനുദിനം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ പ്രധാനമായിട്ടും അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന ജോയിന്റ് പെയിൻ, അതോടൊപ്പം തന്നെ യൂറിൻ പിടിച്ചു നിർത്താനുള്ള ബുദ്ധിമുട്ട്, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ അറിയാതെ യൂറിൻ ഡ്രോപ്പ് ആയിട്ട് പോകുന്ന ഒരു ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. അപ്പോൾ അവയ്ക്കൊക്കെ പരിഹാരം എന്നോണം അല്ലെങ്കിൽ ഒരു പരിധി വരെ അവ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ കുറച്ച് എക്സസൈസുകൾ നമ്മളിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് എക്സസൈസ് ഒരിക്കലും ഒരു ശാരീരിക പ്രവർത്തനം മാത്രമല്ല, മാനസിക സന്തോഷം, നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസിനെ, നല്ല ഹോർമോൺസിനെ നമുക്ക് കൂടുതൽ റിലീസ് ചെയ്ത് ബോഡിക്കും ശരീരത്തിനും മനസ്സിനും ഒരു റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും കൂടിയാണ്. അപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരെ ഒരു സ്ട്രെസ് കുറയ്ക്കുവാനും അവരുടെ ശരീരത്തിന്റെ ആ ഒരു പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസുകളാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഡോക്ടർ അശ്വതി സോമൻ, രാജഗുരു വെൽനസ്. എക്സസൈസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത് ഓർക്കേണ്ട പ്രധാന കാര്യം, വയറ് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഈ എക്സസൈസ് ചെയ്യരുത്. അതായത് ഇപ്പൊ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പാണ് എക്സസൈസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ വൈകുന്നേരമാണ് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ വൈകുന്നേരം നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡ് ദഹിച്ച് എന്നാൽ വൈകിട്ടത്തെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടുമില്ല, അതായത് ഒരു വയറ് കുറച്ചൊരു വേക്കൻ്റ് ആയിട്ട് കുറച്ച് കാലിയായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ എക്സസൈസ് ചെയ്യാവുള്ളൂ. നമ്മൾ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വയറ് കുളത്തി പിടിക്കാനും പിന്നീട് അത് ഇച്ചിരി പെയിൻഫുള്ളായി മാറാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ആദ്യം ഇതുപോലത്തെ ഒരു ജനൽ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ജനല്, അതിൽ നമ്മൾ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് മാക്സിമം ബാക്കോട്ടേക്ക് വലിയ നമ്മുടെ കൈയും കാലും ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വലിച്ചു പിടിക്കുക. ഫുൾ സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യണം ശ്വാസം എടുത്തുകൊണ്ട്. ദെൻ ശ്വാസം ഇട്ടുകൊണ്ട് സ്ലോലി നമ്മൾ ഇരിക്കുക. ശരിക്കും കംപ്ലീറ്റ് സ്ക്വാറ്റ്. ഇപ്പൊ നമ്മുടെ കൈയും കാലും നടുവും എല്ലാം ഒരു സ്ട്രെച്ച് നമുക്ക് ഫീൽ ചെയ്യും. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ആദ്യത്തെ പോലെ ശരിക്കും വലിഞ്ഞിങ്ങനെ നിൽക്കുക. ദെൻ ഇതുപോലെ ജനലിലേക്ക് ചേർന്ന് വന്ന് സ്ലോലി ഇങ്ങനെ ബെൻഡ് ചെയ്യുക. ഇത് ഒരു 3 times ആണ് നമ്മൾ ചെയ്യേണ്ടത്. അഗൈൻ ഒന്നുകൂടി കാണിക്കാം. മാക്സിമം പുറത്തേക്ക് വലിയ, പയ്യെ മുട്ടുമടക്കി ഇരിക്കുക. വീണ്ടും ഇതുപോലെ ഇതാണ് എക്സസൈസിന്റെ ബേസിക് ഫോം. ഇതിന്റെ തന്നെ ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോം ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പുറ്റുവേദനയും വെരിക്കോസിറ്റിയും വന്ന് കാലിലെ കാഫ് മസിൽസ് ടൈറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ലൂസ് ആക്കാൻ വേണ്ടി ഇതിന്റെ തന്നെ മോഡിഫൈഡ് ആയിട്ടുള്ള 2 ഫോം കൂടെ ഉണ്ട്. അത് കാണിച്ചു തരാം. ഈ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ആദ്യം കാല് ഫുള്ളായിട്ട് പാദം ഫുൾ ചവിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഹീലിലേക്ക് നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് കൊടുക്കുക. മാക്സിമം ബോഡി വെയിറ്റ് ഫുൾ ഹീലിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അതേപോലെ തന്നെ വലിഞ്ഞിങ്ങനെ വരിക, ചേർന്നിങ്ങനെ വരിക, ഇങ്ങനെ എളിയ. അഗെയിൻ മാക്സിമം വലിയ ഇരിക്കുക. ഇത് ചെയ്യാം. ഇനി ഉപ്പൂറ്റുവേദന, മൊത്തത്തിൽ കാലിനുള്ള ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ വേദന എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് ടോസിലേക്ക് കൊടുക്കുക, എല്ലാ വിരലിലേക്കും കൊടുക്കുക. മാക്സിമം വലിയ ഇങ്ങനെ ഇരിക്കുക. Again. ഇത്ര എക്സസൈസ് ആണ് ആ ഒരു സെക്ഷനിലുള്ളത്. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ എക്സസൈസ് എല്ലാവർക്കും ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളി ഇത്രയും ചെയ്താലും മതി. ഇങ്ങനെ മാക്സിമം ഒന്ന് വലിയ, ഇങ്ങനെ ഇരിക്കുക. വീണ്ടും ഇങ്ങനെ എഴുന്നേൽക്കുക. ആദ്യമൊക്കെ ഒട്ടും ബോഡിക്ക് വഴക്കമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒറ്റ സ്ട്രെച്ചിൽ ബാക്കോട്ട് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹാഫ് സ്ക്വാറ്റ് ചെയ്യുക. പകുതി, ഫുള്ളി ഇരിക്കണം എന്നില്ല, ഇത്ര ഇരുന്നിട്ട് ഇങ്ങനെ പൊങ്ങുക. പയ്യെ പയ്യെ ഇത്രയും ആക്കിയിട്ട് പയ്യെ ഫുൾ സ്ക്വാറ്റിങ്ങിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഈ 2 കാലിൻ്റെ ഈ വരിപ്പ് കുത്തി ഇതുപോലെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ എഴുന്നേൽക്കുക. ഈ 2 എക്സസൈസ്, ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. പിന്നെയുള്ളൊരു എക്സസൈസും ഇതിന്റെ ഒപ്പം തന്നെ ഇതേ സെയിം മോഡിഫിക്കേഷൻ ആണ്. കാല് രണ്ടും സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ലൈൻ പോലെ ഒറ്റ ലെവലിലേക്ക് വെക്കുക. 2 പാദവും കൂടെ വെച്ചിട്ട് ഇരിക്കുക. ഇങ്ങനെ ചെയ്യാം.
ഇതൊക്കെ കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഹിപ്പ് ജോയിന്റിനും കാലിലേക്കുള്ള മസിൽസിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഈ എക്സസൈസുകൾക്ക് പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ ബുദ്ധിമുട്ടോ തോന്നുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. വേദനിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്യരുത്. പിന്നെ ആദ്യമായിട്ട് എക്സസൈസുകൾ അതുവരെ നമ്മളൊന്നും ചെയ്യാതെ നമ്മുടെ മസിൽസ് എല്ലാം സ്റ്റിഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേദന ഉണ്ടാവും. അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ജിമ്മിൽ ചേർന്നു, അല്ലെ എന്തെങ്കിലും യോഗയ്ക്ക് ചേർന്നു, അന്നേരമൊക്കെ ആദ്യത്തെ 2 ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കാലിന് വേദന ഉണ്ടാവും. അത് നോർമലാണ്. ഒരു 2-3 ദിവസമായിട്ടും ആ വേദന അങ്ങനെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ എക്സസൈസ് സ്റ്റോപ്പ് ചെയ്യണം. വേദന കുറഞ്ഞു വരികയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അസുഖം എന്താണെന്ന് നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം, ബോൺ സെറ്റിംഗ്സ് ചെയ്തതിന് ശേഷം മാത്രമേ എക്സസൈസിലേക്ക് കടക്കുക. ഓക്കെ, താങ്ക് യു.